ഗുരുദേവനെ ഒരു ബുദ്ധനായി, ഒരു കൃഷ്ണനായി, ഒരു ക്രിസ്തുവായി നമുക്ക് കാണാം. ആ മഹാഗുരുക്കന്മാരുടെ ജീവിതവും ഗുരുദേവനുമായി ചേർത്ത് വെച്ച് പഠിച്ചാൽ ഒരു കാര്യത്തിലും ഗുരുദേവൻ താഴെയല്ല, പല കാര്യങ്ങളിലും മേലെയാണ്. പത്രത്തിൽ ശിവഗിരിയിൽ ബ്രഹ്മചാരികളെ സ്വീകരിക്കുന്നു, ഗുരുദേവൻ്റെ സമോദ പാഠശാലയിലേക്ക് വിദ്യാർത്ഥികളെ എടുക്കുന്നു എന്നുള്ള വാർത്ത വായിച്ചു. ഗുരുദേവനെ നേരിട്ട് ശിഷ്യന്മാരായ സന്യാസിമാർ പലരും ഉണ്ടായി. എൻ്റെ അമ്മ ഗുരുദേവനെ ദർശിച്ച്, അമ്മയ്ക്ക് അന്ന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗുരുദേവൻ്റെ തൃക്കൈയിൽ നിന്ന് അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനിത് ചൊല്ലിയിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ 108 മന്ത്രങ്ങളും ചൊല്ലി അദ്ദേഹത്തെ കേൾപ്പിച്ചു. ശാന്തി എനിക്ക് പോകാൻ നേരത്ത് 5 പൈസ ലോസ്റ്റേജിൻ വാങ്ങിച്ചോളാൻ പറയും. നമസ്കാരം. അമേസിംഗ് റേയിലെ എല്ലാ മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അതിപരിപാവനമായ ഒരു മഠത്തിലാണ് ഇരിക്കുന്നത്. അത് മറ്റെവിടെയുമല്ല, ശിവഗിരി മഠത്തിലാണ്. ഇന്ന് നമ്മോടൊപ്പം ഇപ്പോഴത്തെ മഠാധിപതി ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാമിജി നമസ്കാരം. നമ്മൾ ഒരുപാട് കാലത്തെ മുൻപരിചയമുണ്ട്, പഴക്കമുണ്ട്. അന്നു മുതലേ ഞാൻ സ്വാമിജി ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങ് അത്രയും വിശാലമായി ചിന്തിക്കുന്നു, വിശാലമായി കാര്യങ്ങൾ കാണുന്നു, കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങയുടെ നാൾ വഴിയാണ് ചോദിച്ചറിയേണ്ടത്, എങ്ങനെയാണ് ഈ സന്യാസത്തിലേക്ക് അങ്ങെത്തിയത്? ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ ഒരു ശ്രീനാരായണ ഭക്തനാണ്. എൻ്റെ കുടുംബ അന്തരീക്ഷം, അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാവരും ഗുരുദേവ ഭക്തരാണ്. ഗുരുദേവ ഭക്തിയിൽ മുങ്ങിയാണ് ജീവിച്ചു വന്നത്. അപ്പോൾ ശിവഗിരിയിലെ സന്യാസി സംഘത്തെ സംബന്ധിച്ചും സന്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള സന്ദർഭമുണ്ടായിരുന്നു. അന്ന് ശിവഗിരി മഠാധിപതിയായിരുന്ന ബ്രഹ്മാനന്ദ സ്വാമികൾ നാട്ടിൽ വന്നു. മുണ്ടക്കയം പെരുവന്താനം SNDP ശാഖ ഗുരുമന്ദിരത്തിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ പോയി നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ വാണികൾ ശ്രദ്ധിച്ചപ്പോൾ ആധ്യാത്മികതയുടെ, ദൈവീകതയുടെ, ഗുരുദേവ സന്ദേശത്തിൻ്റെ നല്ലൊരു വ്യാഖ്യാനമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹം മടങ്ങിപ്പോയി. ഞാനന്ന് SLC പാസ്സായി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാനൊരു ടൈപ്പും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. അടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട്. പത്രത്തിൽ ശിവഗിരിയിൽ ബ്രഹ്മചാരികളെ സ്വീകരിക്കുന്നു, ഗുരുദേവൻ്റെ സമോദ പാഠശാലയിലേക്ക് വിദ്യാർത്ഥികളെ എടുക്കുന്നു എന്നുള്ള വാർത്ത വായിച്ചു. ഞാൻ ഉടൻ തന്നെ ഒരാളോടും ചോദിക്കാതെ, വീട്ടിൽ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ആരെയും അറിയിക്കാതെ ഞാനൊരു കാർഡ് വാങ്ങി പോസ്റ്റ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മറുപടി വന്നു, ഇൻ്റർവ്യൂവിന് തീയതി നിശ്ചയിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത ഒരു ജ്യേഷ്ഠനെയും കൂട്ടി ശിവഗിരിയിലെത്തി. ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു, അതിൽ വിജയിയായി. പിന്നെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. 1976 ജൂലൈ മാസം 18-ാം തീയതി ഞാൻ ശിവഗിരി മഠത്തിൻ്റെ ഭാഗമായി തീർന്നു. ബ്രഹ്മചാരിയായി ബ്രഹ്മവിദ്യാലയത്തിൽ അധ്യയനം ആരംഭിച്ചു. തീർച്ചയായിട്ടും ഒരു സാധാരണ നമ്മളൊരു ജോലിക്കൊക്കെയാണ് സാധാരണ ഇങ്ങനത്തെ പത്രപരസ്യം വരുന്നതും നമ്മളത് അപ്ലൈ ചെയ്യുന്നതും. അന്ന് അങ്ങ് തീരെ നല്ല ചെറുപ്പമായിരുന്നു. അപ്പം ചെറുപ്പത്തിൻ്റെ നമ്മൾ പല ആഗ്രഹങ്ങളും വെടിഞ്ഞിട്ട് വേണം ഈ സന്യാസത്തിലേക്ക് വരാനും, അല്ലെങ്കിൽ അതിൽ നിന്നൊരു വിരക്തിയൊക്കെ വന്നിട്ടായിരിക്കണമല്ലോ പറഞ്ഞത്. അപ്പം ഇതെങ്ങനെ മനസ്സുകൊണ്ട് അങ്ങക്ക് അങ്ങനെ സാധ്യമായി എന്നാണ് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരടിയിൽ ചോദിക്കും. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ
ഒരു സഹകരണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് അവിടെ ജോലി പറഞ്ഞ് ഏർപ്പാട് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് പെട്ടെന്ന് എന്നോട് ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ പറഞ്ഞത്. അത് പഠിച്ച് പെട്ടെന്ന് എനിക്ക് അവിടെ ജോലി വാങ്ങിച്ച് ഉദ്യോഗത്തിൽ കയറാം. ശിവഗിരിയിലെ 7 വർഷ കോഴ്സിൽ സംസ്കൃതം പഠിക്കാം, ഗുരുദേവൻ്റെ കൃതികൾ പഠിക്കാം. ഞാൻ ചെറുപ്പം തൊട്ടേ ഗുരുദേവൻ്റെ കൃതികളും കുമാരനാശാൻ്റെ കൃതികളും ഒക്കെ വായിച്ചു വന്ന ആളാണ്. അച്ഛൻ ഗുരുദേവൻ്റെ കൃതികളും കുമാരനാശാൻ്റെ കൃതികളും ഒക്കെ മനഃപ്പാഠമാക്കിയിരുന്നയാളാണ്. അപ്പോൾ അതിലെ ആശയ സംഹിത അന്തരാത്മാവിൽ നിറഞ്ഞ് നിന്നിരുന്നു. സന്യാസത്തിൻ്റെ മഹത്വവും ഈശ്വരാനുഭൂതിയും സന്യാസിയായി സേവനം ചെയ്താൽ സമൂഹത്തിന് നൽകാവുന്ന സന്ദേശവും ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് ഞാൻ മടങ്ങി വന്നൊരു അധ്യാപകനാകാം, ഇപ്പോൾ എന്നെ ശിവഗിരി പോകാൻ അനുവദിക്കുക. അങ്ങനെയാണ് ഞാൻ ശിവഗിരിയിലേക്ക് വന്നത്. പക്ഷേ ഞാൻ മഹാസമാധി സന്നിധാനത്തിൽ വീണ് നമസ്കരിച്ച് ആദ്യമായി ഗുരുദേവനോട് പറയുന്നത്, ഗുരുദേവ, ഞാൻ ഇവിടം വിട്ട് ഒരിക്കലും പോകില്ല, അതിനായി എന്നെ അനുഗ്രഹിക്കണം എന്നായിരുന്നു. എൻ്റെ അന്നത്തെ ആ പ്രാർത്ഥനയാണ് ശിവഗിരിയിൽ എന്നെ ഇതുവരെയും പിടിച്ച് നിർത്തിയിട്ടുള്ളത്. എന്തായാലും അങ്ങ് പറഞ്ഞെടുത്ത ഒരു 50 വർഷമായി തുടരുകയാണ്. അങ്ങ് വന്നപ്പോൾ ഉണ്ടായത് ശിവഗിരി ഞാൻ വന്ന സാഹചര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. ഗുരുദേവനോട് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന നിരവധി മഹാത്മാക്കളെ കാണാനുള്ള സന്ദർഭമുണ്ടായി. അച്ഛൻ അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. അവരുമായി ഇരുന്ന് ഗുരുദേവനെക്കുറിച്ചും ശിവഗിരിയെക്കുറിച്ചും ചർച്ച ചെയ്യും. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന ഒരു SNDP സ്കൂളുണ്ട്. അവിടെ ഒരു ഗുരുദേവ മന്ദിരമുണ്ട്. ഇവിടെ ശാന്തി ആയിരുന്നത് ഒരു കൃഷ്ണശാന്തിയാണ്. അദ്ദേഹം ഗുരുദേവന് വസ്ത്രമൊക്കെ കഴുകി കൊടുക്കുകയും ഗുരുദേവൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഞാൻ രാവിലെ നേരത്തെ വന്ന് ഈ ഗുരുമന്ദിരത്തിൽ തൊഴുത് പ്രാർത്ഥിച്ച് ഈ ശാന്തിയെ സഹായിച്ചു കൊടുക്കും. ശാന്തി എനിക്ക് പോകാൻ നേരത്ത് 5 പൈസ തരും. ലോസ്റ്റേജിൻ വാങ്ങിച്ചോളാൻ പറയും. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട മിഠായിയാണ് ലോസ്റ്റേജിൻ. അത് വാങ്ങാൻ 5 പൈസയും തരും. ഞാൻ അദ്ദേഹത്തിനോട് കൂടെ അങ്ങനെ ഗുരുദേവനെക്കുറിച്ചും ഗുരുദേവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചും ചർച്ച ചെയ്തുമൊക്കെയാണ് ജീവിതം നയിച്ചു വന്നത്. പിന്നെ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട പല വ്യക്തികളും നാട്ടിൽ വരും. അച്ഛൻ വലിയ ഗുരുഭക്തനും ആരാധകനുമാണ്. 3-4 ഗുരുമന്ദിരങ്ങൾ അച്ഛൻ സ്വന്തം നിലയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസ്കൃതം നന്നായി വശമാക്കിയിരുന്നു. ആശാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എല്ലാവരും ഒരുപോലെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ട് ഈ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് അഭേദ്യമായ ബന്ധം ബാല്യകാലം മുതൽക്ക് തന്നെ എനിക്ക് തുടരാൻ സാധിച്ചു. ഈ സാഹചര്യമൊക്കെയാണ് എന്നെ ശിവഗിരിയിൽ എത്തിച്ചത്. കൂടാതെ എൻ്റെ അമ്മ ഗുരുദേവനെ ദർശിച്ച്, അമ്മയ്ക്ക് അന്ന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഗുരുദേവൻ്റെ തൃക്കൈയിൽ നിന്ന് ഒരു പഴം വാങ്ങാനുള്ള ഭാഗ്യം അമ്മയ്ക്കുണ്ടായി. അമ്മയ്ക്ക് ലഭിച്ച ആ അനുഗ്രഹമാണ് സച്ചിദാനന്ദ സ്വാമി ശിവഗിരിയിലെത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു 50 വർഷത്തെ ചരിത്രമുണ്ട് അങ്ങേക്ക് പറയാൻ. വന്ന സമയത്തുള്ള ശിവഗിരി എങ്ങനെയാണ്?